ഹലോ കൂട്ടുകാരെ, നമ്മളിപ്പോൾ പോത്തുൺ ഡാമിലാണ് ഉള്ളത്. ഇപ്പോൾ പോത്തുൺ ഡാമിൽ ഏകദേശം നമ്മളിപ്പോൾ വൈകുന്നേരം ഉള്ളത്. അവിടുത്തെ ലൈറ്റിംഗ് പരിപാടിയൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. തിരുവോണ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം അവിട്ട ദിവസത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല തിരക്കാണ്. നമ്മൾ തിരുവോണ നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം അവിട്ടം ദിനത്തിൽ നമ്മൾ പോത്തുണ്ട് ഡാമിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കിയേ, എന്തോരം തിരക്കാണ്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ചപ്പുറത്ത് ടൂറിസം വകുപ്പിൻ്റെ നാടൻപാട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേലേക്ക് പോകാൻ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ്. ഒരു ചെറിയൊരു വഴിയിൽ പോവുകയും വേണം, അതുപോലെ തന്നെ തിരിച്ച് വരികയും വേണം. ആണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്ന് ഇവിടുത്തെ അതുപോലെ തന്നെ ഊഞ്ഞാലും അതുപോലെ തന്നെ സൈക്ലിങ്ങും സിപ്പ് ലൈനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് പോത്തുണ്ടിൽ. ഊഞ്ഞാല് സിപ്പ് ലൈൻ കയറാനേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നോക്കിയാൽ അതുപോലെ ചെറിയൊരു കിഡ്സ് പാർക്കും ഉണ്ട് ഇവിടെ. ഡാമിൽ ഒരു പുതിയ സംഭവം വന്നിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് പോത്തുൺ ഡാമിൽ പുതിയ കാഴ്ചയാണ് കേട്ടോ. സെറ്റപ്പ് പരിപാടിയാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നിന്നാണ് കേട്ടോ. നോക്കി കാണാം. അവിടെ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അത് നോക്കിയേ, സിപ്പ് ലൈനിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഏകദേശം എത്ര രൂപയാണ് ഇപ്പോൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ അമ്പെയ്ത്ത് പരിപാടി ഉണ്ട് കേട്ടോ. ആർച്ചർ, അത് നല്ല സെറ്റപ്പാണ്. പോത്തുണ്ടിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് അമ്പെയ്ത്ത് പരിപാടിയുണ്ട്. ഏകദേശം 100 രൂപയാണ് വരുന്നത്. നോക്കി, പോത്തുണ്ടിൽ ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഫോട്ടോ പോസ്റ്റ് സ്ഥലത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് കിട്ടുന്നത് കളറായില്ലേ പോത്തുണ്ടി. രാത്രി പോത്തുണ്ടിയിലെ ലൈറ്റ് ഇട്ടപ്പോഴേ അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കി എന്തൊരു ഭംഗിയാണ്. ഇത് വന്നിട്ട് അവിട്ടം ദിനത്തിലാണ്, ശനിയാഴ്ച ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. പോത്തുണ്ടിയിലെ രാത്രികാല കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഓണമായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ അത്യാവശ്യം രാത്രിയൊക്കെ കാണാൻ ആൾക്കാരുണ്ടോ. ഇവിടെ ഒരു ബുഷിൽ, ഞങ്ങളുടെ നാട്ടിൽ ബുഷ് എന്നാണ് പറയുക ചെടി, അതിൽ തോണി സെറ്റ് ചെയ്തിരിക്കണ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ചെറിയ ചെറിയ പനകൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ നല്ല രീതിയിലാണ് ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത്ര ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ. അതുപോലെ ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്. ചെറിയ പുല്ല് സംഭവമാണ്. പക്ഷെ അതിൽ എന്തോ ഒരു
ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിക്കാണ് കേട്ടോ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. നോക്കി വീട്ടിൽ തന്നെ റോസാപ്പൂവും തോട്ടമാണ്. ലൈറ്റ് വെട്ടിരിക്കുന്നത് നോക്കി. ഓക്കെ 3252 നെല്ലിയാമ്പയിൽ നിന്ന് വരുന്ന വണ്ടികളുടെ തിരക്ക് നോക്കി വരി വരിയായിട്ടാണ് വരുന്നത്. അതുപോലെ ചായക്കടകളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കുതിര വണ്ടിയാണ് കേട്ടോ.